KTM 390 Adventure. ഇതൊരു മികച്ച ഓഫ് റോഡർ ആണോ? ഏകദേശം 3 ലക്ഷം രൂപ എക്സ് ഷോറൂം വില കൊടുത്ത് ഈ വണ്ടി മേടിക്കുന്നതിലും ഭേദമാണോ ഹീറോ എക്സ്പൾസ് മേടിക്കുന്നത് അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് ഹിമാലയൻ മേടിക്കുന്നത്? ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സന്ദീപ്. ബട്ട് ബൈ മലയാളീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞങ്ങൾക്ക് കിട്ടിയ ബൈക്ക് റിലേറ്റഡ് എൻക്വയറീസിൽ കൂടുതലായും വന്നത് ഈ കുട്ടിനെ കുറിച്ചാണ്. KTM 390 Adventure. ഇതൊരു നല്ല ഹൈവേ ടൂർ ആണെങ്കിലും ഇതൊരു പെർഫെക്റ്റ് ഓഫ് റോഡർ ആണോ? ഇതിന്റെ ഒരു വൈഡ് സ്റ്റാൻസ് കാരണം ഇത് സിറ്റിയിൽ മാനുവർ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണോ ഈസി ആണോ? ഇത്രയും പൈസ കൊടുത്ത് ഈ വണ്ടി മേടിക്കുന്നതിനേക്കാളും ഭേദമാണോ ഹീറോ എക്സ്പൾസ് മേടിക്കുന്നത് അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് ഹിമാലയൻ മേടിക്കുന്നത്? നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ആൻസർ ഈ വണ്ടിയുടെ റിവ്യൂവായി ഇന്ന് കണ്ടുപിടിക്കാം. കമ്മിങ് ടു ഇതിന്റെ ഹൈവേ ടൂറിംഗ് ആസ്പെക്ട്. ഈ വണ്ടി ഹൈവേ ടൂറിംഗിന് പറ്റിയ വണ്ടിയാണെന്നുള്ളത് നമുക്ക് 2-3 ഫാക്ടേഴ്സ് എടുത്തൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതിലെ ഫസ്റ്റ് ഫാക്ടറാണ് ഇതിന്റെ സീറ്റ്. ഏതൊരു ഹൈവേ ടൂറിനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല കുഷനി സീറ്റ്സ് ആവശ്യമാണ്. ആ കാര്യത്തിൽ ഇതിൽ ഓൾമോസ്റ്റ് 9 out of 10 മാർക്സ് കൊടുക്കാൻ കാരണം പില്ലിന്റെ കാര്യത്തിലായാലും റൈഡറിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് കാണാം നല്ല വിഡ്ത്തുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണ്. എത്ര ലോങ് റൈഡ്സ് പോയാലും നിങ്ങൾക്ക് ഒട്ടും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യില്ല. ഏകദേശം ഒരു 250-300 കിലോമീറ്റേഴ്സ് ഒരു സ്ട്രെച്ചിൽ അടിച്ചപ്പോഴും ഒട്ടും എന്താ പറയുക ഇരുന്നിട്ടുള്ളൊരു പെയിനോ ഡിസ്കംഫർട്ടോ ഒട്ടും തോന്നിയില്ല. ഹൈവേ ടൂറിങ്ങിനെ കുറച്ചും കൂടെ ബാധിക്കുന്ന വേറൊരു കാര്യമാണ് ഇതിന്റെ സീറ്റ് ഹൈറ്റ്. ആ കാര്യത്തിൽ KTM ഒരു ഉഗ്രൻ സീറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്, വിച്ച് ഇസ് 855 mm. ഇതുമിപ്പോൾ കയറുകയാണെങ്കിൽ ഈ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അതായത് നല്ലൊരു റൈഡിങ് സ്റ്റാൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ്റെ ഹൈറ്റ് ഒരു 5'10" ആണ്. അപ്പോൾ എനിക്ക് ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഫ്ലാറ്റ് ഫുട്ട് താഴെ കറക്റ്റായിട്ട് കാല് കുത്താൻ പറ്റും. അപ്പോൾ ഐ വുഡ് സേ ഒരു 5'7" അല്ലെങ്കിൽ 5'8" ഹൈറ്റാണ് നിങ്ങൾക്കുള്ളെങ്കിൽ ഈ വണ്ടി സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 5'7" താഴെയാണ് നിങ്ങളുടെ ഹൈറ്റ് എങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാലും കുറച്ചൊക്കെ ഒരു പ്രശ്നം വന്നേക്കാം. കാരണം നിങ്ങൾക്ക് ടിപ്ടോ ചെയ്ത് നിൽക്കേണ്ടി വരും. ഫ്ലാറ്റ് ഫുട്ടായിട്ട് ഇതുപോലെ കാല് കുത്താൻ പറ്റില്ല. റൈഡിങ് സ്റ്റാൻസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരെ ഇറക്റ്റായിട്ടിരിക്കുമ്പം ഇതാണ് എൻ്റെ കൈയുടെ പൊസിഷൻ. ഇതിൽ കുറച്ച് ഒന്ന് തരി ഫ്രണ്ടിലോട്ട് വന്നാൽ എനിക്ക് ഹാൻഡിൽ പിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് സുഖമായിട്ട് ഇറക്റ്റ് ആയിട്ടിരുന്ന് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. സോ സീറ്റ് ഹൈറ്റിന്റെ കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട, ഇത് ഹൈവേ ടൂറിങ്ങിന് പറ്റിയൊരു വണ്ടിയാണ്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ ഹാൻഡിൽ. ഇതിന്റെ വലിയൊരു ഹാൻഡിലാണ്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നല്ല വൈഡ് ഗ്രിപ്പുള്ള ഹാൻഡിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നെഞ്ച് നിവർന്നിരുന്ന് ഓടിക്കുന്നതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല എളുപ്പമായിരിക്കും. നെഞ്ച് നിവർന്ന് ഓടിക്കുമ്പോൾ നല്ല ഉയരത്തിൽ നിന്ന് ഓടിക്കുമ്പോൾ ഉള്ള നെക്സ്റ്റ് മെയിൻ ഇഷ്യൂ ആണ് യൂഷ്വലി വിൻ ബ്ലാസ്റ്റ്. പക്ഷേ KTM നല്ലൊരു ഉഗ്രൻ വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റോക്കാണ്, ഇത് ആഫ്റ്റർ മാർക്കറ്റ് അല്ല. സോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പുറത്തുപോയി പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 120-125 ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഹെൽമെറ്റിന്റെ ഹെഡിന്റെ പോർഷൻസിലോട്ട് ചെറുതായിട്ട് ഒരു വിൻ ബ്ലാസ്റ്റ് അടിക്കും. ബട്ട് ദാറ്റ് ഈസ് മാനേജബിൾ. അല്ലാതെ ഭയങ്കര അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരു വിൻ ബ്ലാസ്റ്റ് ഇല്ല. സോ സീറ്റ് ഹൈറ്റിന്റെ കാര്യത്തിലായാലും ഹാൻഡിലിന്റെ വിഡ്ത്തിന്റെ കാര്യത്തിലായാലും ഇതിന് നല്ലൊരു 9 out of 10 മാർക്സ് കൊടുക്കാൻ പറ്റും ഫോർ ഇറ്റ്സ് റൈഡിംഗ് സ്റ്റാൻസ്. ദ അതർ മെയിൻ തിങ് അബൌട്ട് ഹൈവേ ടൂറിംഗ് ആണ് ഇതിന്റെ ഡിസ്പ്ലേ. സത്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇലക്ട്രോണിക്സ് ആണ് KTM ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, ഇതിൽ 2 ട്രിപ്പ് മീറ്റർ ഉണ്ട്, ഇതിന്റെ ഫ്യൂവൽ റേഞ്ച് ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇതിലെ ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ABS-ഉം ട്രാക്ഷൻ കൺട്രോളിന്റെയും ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ നല്ല ഡിസ്പ്ലേ ആണ്. അതായത് ഇപ്പം അത്യാവശ്യം നല്ല സണ്ണി ആയിട്ടുള്ള സമയമാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് റൈഡ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ നല്ല ക്ലിയർ ആയിട്ട് കാണാം. കണ്ണിന്റെ ഒരു ഒറ്റ ഗ്ലാൻസിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ള ഫിഗേഴ്സും നമ്പേഴ്സും ഒക്കെ റീഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഹാൻഡ്ലിംഗ് കംഫർട്ട് അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേയിലെ മോഡ്സ് ഒക്കെ ആക്സസ് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ അതിനുള്ള കൺട്രോൾ സ്വിച്ചസ് ഇവിടെയാണ്. വളരെ സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് അല്ല. ഒരു സെറ്റ് ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ മൂവ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പല ഓപ്ഷൻസിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ആരോ കാണാം. ബാക്ക് പോകാൻ വേണ്ടി ഒരു ബാക്ക് ബട്ടൺ ഉണ്ട്. അപ്പോൾ സ്ട്രേറ്റ് ഫോർവേഡ് സിമ്പിൾ ആണ്. അതല്ലാതെ സ്വിച്ച് ബോർഡ് നോക്കുകയാണെങ്കിൽ സാധാ ബൈക്സ് കാണുന്ന പോലെ പ്ലെയിൻ സംഭവം മാത്രമേ ഉള്ളൂ. ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ, ഇതിന്റെ ഹോൺ. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ കിൽ സ്വിച്ച് ഉണ്ട്, ഇവിടെ ഇഗ്നിഷൻ കൺട്രോൾ ഉണ്ട്, പിന്നെ ലൈറ്റിന്റെ ഡിം ആൻഡ് പാസിന്റെ ബട്ടൺ ഇവിടെയാണ്. സോ വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ് ഇത്. സോ ഈ ഒരു കാര്യത്തിലും KTM നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇലക്ട്രോണിക്സ് നല്ല വൈഡ് ബ്രൈറ്റ് ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. ഹൈവേ ടൂറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു കാര്യം, അത് നമുക്കൊക്കെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്, ഏതൊരു ഹൈവേ ടൂറിനും വേണ്ട ഒരു കാര്യമാണ് ഒരു 12 volt ചാർജിങ് സോക്കറ്റ്. സോ അതും KTM ഇവിടെ തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഫോൺ ഇവിടെ മൗണ്ട് ചെയ്ത് GPS നോക്കുകയാണെങ്കിൽ ഫോൺ മൗണ്ട് ചെയ്തിട്ട് ചാർജറിൽ കണക്ട് ചെയ്യാം. സോ അതിനെക്കുറിച്ചൊരു ടെൻഷൻ അടിക്കേണ്ട. ഇത് കൂടാതെ KTMത്തിന്റെ മൈ KTM റൈഡർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ നാവിഗേഷൻ ഈ ഒരു സ്ക്രീനിൽ കാണാനും പറ്റും. ആ ആപ്പ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് GPS വേണ്ടി ഒരു മൊബൈൽ ഡിവൈസ് മൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേ തന്നെ
നിങ്ങൾക്ക് നാവിഗേഷൻ കാണാൻ പറ്റും. നിങ്ങളുടെ ഫോൺ വഴി ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ, ഇവിടെ നിങ്ങൾക്ക് ബ്ലൂടൂത്തിൻ്റെ സിമ്പിൾ കാണാം. ഫോൺ വഴിയുള്ള ബ്ലൂടൂത്ത് കണക്ഷൻ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ആ ഡിസ്പ്ലേ കാണാൻ പറ്റുക. സോ ദാറ്റ് മേക്സ് യുവർ ജോബ് മച്ച് ഈസിയർ അലോങ് വിത്ത് ദിസ് ചാർജിങ് സോക്കറ്റ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ലോങ് റൈഡ്സ് ഒക്കെ വേറെ മാപ്സിൻ്റെ പ്രശ്നമില്ലാതെ അല്ലെങ്കിൽ നാവിഗേഷൻ്റെ പ്രശ്നമില്ലാതെ സുഖമായിട്ട് ഓടിക്കാം. അപ്പോൾ ഇത്രയും കാര്യത്തിൽ നോക്കുമ്പോൾ ഹൈവേ ടൂറിങ്ങിന് ഫുൾ ഓൺ മാർക്സ് ആണ് കൊടുക്കുക. ഒരു ഡിഫക്റ്റ് പറയേണ്ടത് ഈസ് അബൌട്ട് ദ മിറർ. യൂഷ്വൽ കേറ്റത്തിൽ കാണുന്ന യൂഷ്വൽ മിറേഴ്സ് ആണ്, സ്റ്റേഡി മിറേഴ്സ് ആണ്. കാരണം വിൻഡ് ബ്ലാസ്റ്റ് എത്ര അടിച്ചാലും എത്ര സ്പീഡിൽ പോയാലും ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ വിസിബിലിറ്റി എൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണലി ഒരല്പം കുറവാണ്. സോ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നല്ല നെഞ്ചിരിവൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു ബാക്കിൽ നിന്ന് വരുന്ന ട്രാഫിക് കാണാൻ പറ്റില്ല. മിറർ കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയതിനെ, കുറച്ചും കൂടെ ബെറ്റർ വിസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടിയാണ് അറ്റ് എ സിംഗിൾ ഗ്ലാൻസ്. സോ ആ ഒരു കാര്യത്തിൽ I'm little bit disappointed, but it's okay. No bike is perfect. പിന്നെ നിങ്ങൾക്ക് ഹൈവേ ടൂർസ് ഒക്കെ പോകുമ്പം ലഗേജ് റാക്ക് വെക്കേണ്ട കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ ബാക്കിൽ ലഗേജ് റാക്ക് ടൈ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഓഫ് മാർക്കറ്റായിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ലഗേജ് റാക്സും ബാരറും വെക്കാം. സൈഡിലും ലഗേജ് റാക്സ് വെക്കാൻ പറ്റും. സാരി ഗാർഡ് എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും വേണമെങ്കിൽ സാരി ഗാർഡ് എന്ന് പറയാം. അതുകൊണ്ട് റൈഡിങ് ആംഗിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അതായത് റൈഡറിൻ്റെ സ്ട്രെയിറ്റ് താഴെയാണ് റൈഡർ ഫുഡ് പെഗ്. അപ്പം ഓൾമോസ്റ്റ് 90 ഡിഗ്രി രീതിയിൽ തന്നെ നിങ്ങളുടെ ഹിപ്പ് നീ ടു ഹീൽ ഒരു 90 ഡിഗ്രി അല്ലെങ്കിൽ ഒരു പ്രോപ്പർ റൈഡേഴ്സ് ട്രയാങ്കിൾ രീതിയിൽ നിങ്ങൾക്ക് കാല് വെക്കാൻ പറ്റും. സോ ഒട്ടും വേദനയ്ക്കില്ല. അതുപോലെ തന്നെയാണ് പില്ലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും പില്ലിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഫുഡ് പെഗിൽ വെച്ച് റെസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. നേരത്തെ പോലെ തന്നെ സീറ്റും വളരെ ബ്രോഡാണ്, കംഫർട്ടബിൾ ആണ്. സോ ഈ ഒക്കെ കാരണം കൊണ്ട് തന്നെ ഇഫ് യു ആസ്ക് മീ വെദർ ദിസ് ഇസ് എ ഗുഡ് ഹൈവേ ടൂറർ, ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ദിസ് ഇസ് എ ഗുഡ് ഹൈവേ ടൂറർ. ടൂറിംഗ് എന്ന് പറയുമ്പോൾ സീറ്റ്സും കംഫർട്ടും അതിൻ്റെ ഇലക്ട്രോണിക്സും മാത്രമല്ല, നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഫീച്ചേഴ്സിൻ്റെ കാര്യവും നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടോ അല്ലെങ്കിൽ സ്വിച്ചബിൾ ABS ഉണ്ടോ, ആ കാര്യത്തിലൊക്കെ KTM ഇതിന് ഈ പ്രൊഡക്റ്റ് നല്ലൊരു രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ട്രാക്ഷൻ കൺട്രോളുണ്ട്, കോൺട്രിങ് ABSും നോർമൽ ABSും ഉണ്ട്, സ്വിച്ചബിൾ ആണ്, റൈഡ് ബൈ വയർ ത്രോട്ടിലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റൈഡ് ബൈ വയർ ത്രോട്ടിൽ കിട്ടാന്ന് വെച്ചാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഏകദേശം 37 ന്യൂട്ടൺ മീറ്റർ ടോർക്കും 43 ഹോഴ്സ് പവറും ഉണ്ട്. ഡബിൾ സിലിണ്ടർ അല്ല, സിംഗിൾ സിലിണ്ടർ വണ്ടിയാണ്, ലിക്വിഡ് കൂൾഡ് ആണ്. സിംഗിൾ സിലിണ്ടർ ആയാലും റിഫൈൻമെന്റിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കൊരു 120, 125 ആണ് ഇതിൻ്റെ ക്രൂസിംഗ് സ്വീറ്റ് സ്പോട്ട്. 120-ലൊക്കെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലാതെ പോകാം, വൈബ്രേഷൻസിൻ്റെ ഇഷ്യൂ ഇല്ല. 120 ക്രോസ് ചെയ്യുമ്പം ചെറുതായിട്ട് വൈബ്രേഷൻസ് അറിഞ്ഞു തുടങ്ങും. ബട്ട് അത് നിങ്ങളെ അത്രത്തോളം എഫക്ട് ചെയ്യില്ല. കാരണം ഫുഡ് പെഗിൽ ഇവർ റബ്ബർ കൊടുത്തുള്ളത് കാരണം നിങ്ങളുടെ കാലിലോട്ട് അത്രയ്ക്ക് വൈബ്രേഷൻസ് വരില്ല. സീറ്റിലോട്ട് ഒരു തരി പോലും വൈബ്രേഷൻസ് അടിക്കില്ല, വളരെ കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 400cc ബാക്കി ബൈക്സ് ആയിട്ട് വെറുതെ വൈബ്രേഷൻ്റെ കാര്യത്തിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം 400cc മറ്റൊരു പ്രൊമിനന്റ് വണ്ടിയാണ് ബജാജ് ഡോമിനാറിനൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വൈബ്രേഷൻ തീരെ കുറവാണെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഒട്ടും വൈബ്രേഷൻ ഒന്നുമില്ല. സോ ലോങ് റൈഡ്സ് പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ദേഹം വെളിച്ചപ്പാട് തുള്ളുന്നില്ല, കട്ടക്കട്ടാന്ന് പറഞ്ഞ് വിറക്കില്ല. സോ ദാറ്റ്സ് എൻ അഡ്വാൻറ്റേജ്. മൈലേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 27 to 32 km/ലിറ്റർ നിങ്ങൾക്ക് ഹൈവേയിൽ കിട്ടും മര്യാദയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ. സോ വിച്ച് ഇസ് എ ഡീസെന്റ് വൺ. ഫ്യൂവൽ ടാങ്ക് ഒരു 14.5 ലിറ്ററിന്റെ ഫ്യൂവൽ ടാങ്ക് ആണ്. ഐ വുഡ് സേ ദാറ്റ് ഇസ് ഗുഡ് ഇനഫ്. ഒരു ഹൈവേ ടൂറിന് നല്ല രീതിയിൽ പോകാവുന്ന ഒരു ഫ്യൂവൽ ടാങ്ക് ആണ്. ഒരു ഒറ്റ ഫുൾ ടാങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 300, 320, 350 കിലോമീറ്റർ കവർ ചെയ്യാം, വിച്ച് ഇസ് എ ഗുഡ് ഇനഫ് റേഞ്ച്. ബ്രേക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ റിയറിലും ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്സ് ആണ്. ഫ്രണ്ടിലെ ബ്രേക്ക് ഭയങ്കര കാച്ചി ബ്രേക്സ് ആണ്, നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് തരും. ബാക്കിലെ ബ്രേക്ക് മോശമല്ല, കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. അത്ര പെർഫെക്റ്റ് ബാക്ക് ബ്രേക്കാന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ബട്ട് ഇറ്റ്സ് ഫൈൻ. വലിയ പ്രശ്നമില്ലാത്ത ബാക്ക് ബ്രേക്സും ആണ്. സോ ഇത്രയും ഫാക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് റൈഡിങ് കംഫർട്ട്, ലഗേജ് ക്യാരിങ് കപ്പാസിറ്റി, ദ കൈൻഡ് ഓഫ് ഇലക്ട്രോണിക്സ് ഈ വണ്ടിയിൽ കിട്ടുന്നത്, പിന്നെ റൈഡിങ് സ്റ്റാൻസ്, വിസിബിലിറ്റി, മൈലേജ്, പവർ, ഇതെല്ലാം കൊണ്ട് എടുത്തു നോക്കുകയാണെങ്കിൽ KTM 390 അഡ്വഞ്ചർ ഒരു മികച്ച ഹൈവേ ടൂറർ ആണോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ഓൾമോസ്റ്റ് യെസ്, ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഹൈവേ ടൂറർ. ഏകദേശം ഒരു 9 out of 10 മാർക്സ് തന്നെ അതിന് വേണ്ടി കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ അറിയാം ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു വലിപ്പമുണ്ട്. ഇപ്പോൾ കാണുന്ന സൈഡിൽ നിർത്തിയിട്ടേക്കുമ്പോൾ കാണുന്ന വലിപ്പത്തിനേക്കാളും കൂടുതൽ വലിപ്പം നിങ്ങൾക്ക് ഈ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോഴും അറിയാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലത്തെ സീറ്റ് ഹൈറ്റും ഇതിൻ്റെ സ്റ്റാൻസും ഒക്കെ കാരണം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത്രയും വലിയ വണ്ടി സിറ്റിയിലൂടെ ഡ്രൈവ് ചെയ്യുമ്പം കുറച്ച് കഷ്ടമായിരിക്കില്ലെന്ന്. ബട്ട് നിങ്ങൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി യു വിൽ ബി ഷോക്ക്ഡ്, ബിക്കോസ് ഒരു പ്രശ്നമില്ല. കാര്യം ഒരു നല്ല വലിപ്പമുള്ള സൈസുള്ള വണ്ടിയാണെങ്കിലും ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഡ്യൂക്ക് 390 പോലത്തെ
പേപ്പർ ലൈറ്റ് വെയിറ്റ് അല്ല, പക്ഷെ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉള്ള സ്ട്രക്ചറാണ്. പക്ഷേ ഈ കാണുന്ന വലിപ്പത്തിന് അത്രയും വെയിറ്റ് ഇല്ല. സോ നിങ്ങൾക്ക് ഈസിലി സിറ്റിയിലൂടെ മാനുവർ ചെയ്ത് നടക്കാം. അപ്പം മാനുവറിറ്റിയുടെ കാര്യത്തിൽ യു ക്യാൻ ഓൾമോസ്റ്റ് ഗീവ് ഇറ്റ് ഒരു 8.5 ഔട്ട് ഓഫ് 10. ഒരു പ്രശ്നമില്ല ഗിവൻ ദ സൈസ് ഓഫ് ദിസ് ബൈക്ക്. സിറ്റി റൈഡിലെ വേറൊരു മെയിൻ ഇഷ്യൂ ആണ് ഹീറ്റ് മാനേജ്മെന്റ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, അതായത് KTM ഇസ് നൊട്ടോറിയസ് ഫോർ ഹീറ്റ് മാനേജ്മെന്റ്. അത് KTMത്തിന്റെ ഏത് ഓണറിനോട് ചോദിച്ചാലും പറയും ചൂടടിച്ച് ഏകദേശം ഒരു മൈക്രോവേവ് അവന്റെ പരുവത്തിലാവുന്നുള്ളത്. പക്ഷേ ആ ഒരു പ്രശ്നം KTM ഈ ബൈക്കിൽ നല്ല സൂപ്പറായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, അതായത് ഒരു ഡ്യുവൽ ഫാൻ റേഡിയേറ്റർ സെറ്റപ്പാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതും ഇതിന്റെ കേർവ്ഡ് ഡിസൈൻ ഷേപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഹീറ്റ് നിങ്ങളുടെ കാലിലോട്ട്, അതായത് റൈഡറിന്റെ ഫുഡ് പെക്കിലോട്ടോ റൈഡറിന്റെ തൈസിലോട്ടോ അപ്പർ തൈസിലോട്ടോ അതോ നിങ്ങൾക്കൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള ഭാഗത്തിലോട്ടോ ഒരിക്കലും വരില്ല. ഈ ഡിസൈൻ കാരണം ഇതിന്റെ ഹീറ്റ് ഡിസ്പോസ് ചെയ്യുന്നത് എപ്പോഴും പുറത്തോട്ട് സൈഡിലോട്ടാണ്. പിന്നെ ഈ റേഡിയേറ്ററും നമ്മുടെ റൈഡറിന്റെ ഫുഡ് പെക്കും തമ്മിൽ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് കാരണം ഇവിടുന്ന് വരുന്ന ഹീറ്റ് നിങ്ങളുടെ കാലിലോട്ട് അധികം അടിക്കില്ല. ചെറുതായിട്ട് നിങ്ങളുടെ ഷൂസിന്റെ അവിടെയൊക്കെ ചെറിയതായിട്ട് ഒരു പൊടിക്ക് ഹീറ്റ് നിങ്ങൾക്ക് തോന്നും. ബട്ട് അത് നിങ്ങളെ ഒട്ടും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഒട്ടും ആക്കില്ല. ഞാൻ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഏകദേശം ഒരു 45 മിനിറ്റ്സ് കണ്ടിന്യൂസ്ലി ഓടിച്ചിട്ടും ഹീറ്റിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം തോന്നിയില്ല, വിച്ച് ഇസ് ലൈക്ക് എ സർപ്രൈസിംഗ് ഫാക്ടർ ടു മീ ഗിവൻ ദ ഫാക്ട് ദാറ്റ് ഇറ്റ്സ് എ KTM ആഫ്റ്റർ ഓൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹീറ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഐ എം 100% സാറ്റിസ്ഫൈഡ്. സോ ഈ 2 പോയിന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഹീറ്റ് മാനേജ്മെന്റ് പ്ലസ് ഇതിന്റെ മാനുവറബിലിറ്റി പ്ലസ് ലൈറ്റ് വെയിറ്റ്, ഇത്രയും വെച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി സിറ്റി റൈഡ്സിന് പെർഫെക്റ്റ് ആണ്. പിന്നെ നിങ്ങൾ ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വണ്ടി വേണമെന്ന്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സിറ്റി റൈഡ്സിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ വണ്ടി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു നോട്ട് ഗോ ഫോർ ദിസ് വെഹിക്കിൾ. നിങ്ങൾക്ക് പറ്റിയ വണ്ടി ഇതല്ല. ഇഷ്ടംപോലെ വേറെ നേക്കഡ് ബൈക്സോ അല്ലെങ്കിൽ നോർമൽ സ്ട്രീറ്റ് ബൈക്സോ നോർമൽ സ്പോർട്സ് ബൈക്കോ ഈ ലോ ആൻഡ് സ്പോർട്സ് ബൈക്കോ നിങ്ങൾക്ക് ഉണ്ട്. സോ ഹൈവേ ടൂറിംഗ് ആൻഡ് സിറ്റി റൈഡ്സ് ഈ 2 കാര്യത്തിലും ഫുൾ A+ മാർക്ക് ഈ വണ്ടിക്ക് കൊടുക്കാം. നൗ കമ്മിങ് ടു ദ തേർഡ് ആൻഡ് ദ ഫൈനൽ പോയിന്റ്, അതായത് KTM 390 അഡ്വഞ്ചർ ഒരു നല്ല ഓഫ് റോഡർ ആണോ? സോ ഈ വണ്ടി ഒരു പെർഫെക്റ്റ് ഓഫ് റോഡർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹീറോ എക്സ്പൾസ് അല്ലെങ്കിൽ ഹിമാലയൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ KTM ഒരു പെർഫെക്റ്റ് ഓഫ് റോഡർ അല്ല. ഉദാഹരണം, നിങ്ങൾക്ക് ഇതിന്റെ വീൽസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് അലോയ് വീൽസ് ആണ്. യൂഷ്വലി ഹെവി ഓഫ് റോഡിങ്ങിന് ഉപയോഗിക്കുന്ന ബൈക്സിൽ ആരും അലോയ് വീൽസ് കൊടുക്കാറില്ല. അത് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കും ഗ്രൗണ്ട് ക്ലിയറൻസും ഭയങ്കരമായിട്ടൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. ഓൾമോസ്റ്റ് 200 മില്ലിമീറ്ററിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഉള്ളത്, വിച്ച് ഇസ് നോട്ട് എ ഗ്രേറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് വെൻ ഇറ്റ് കംസ് ടു ഓഫ് റോഡിങ്. പക്ഷേ ഒരു മോശം ഓഫ് റോഡർ ആണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. അതിന്റെ കാരണം ഞാൻ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വണ്ടി നിങ്ങൾക്ക് ഏകദേശം 3 ലക്ഷം രൂപ എക്സ്-ഷോറൂം വില കൊടുത്ത് മേടിക്കുമ്പോൾ ഈ വണ്ടിയുടെ, അതായത് ഈ ഒരു സ്ട്രക്ചറിന്റെ കൂടെ ബൈ ഡിഫോൾട്ട് സ്റ്റോക്കിൽ കിട്ടുന്ന കുറേ ഘടകങ്ങളാണ്. 1 ഇതിന്റെ ഗാർഡ്സ്, 2 ഇതിന്റെ നക്കിൾ ഗാർഡ്സ്, പിന്നെ ഈ വൈസർ. അത് മാത്രമല്ല അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇതിന്റെ താഴത്തെ എല്ലാ വാൽവ്സും ഫിൽറ്റേഴ്സും കവർ ചെയ്യാൻ വേണ്ടി ഒരു ഗുഡ് കൗളും പ്രൊട്ടക്ടറും കിട്ടുന്നുണ്ട്. യൂഷ്വലി ADV, അതായത് ലോ ആൻഡ് ADV അഡ്വഞ്ചർ വണ്ടികളിലൊക്കെ ഇത് നിങ്ങൾ ഓഫ് മാർക്കറ്റായിട്ട് എക്സ്റ്റേണലി പൈസ കൊടുത്ത് ഫിറ്റ് ചെയ്യിപ്പിക്കേണ്ട സാധനമാണ്. പക്ഷേ ഈ വണ്ടി ദിസ് കംസ് ഇൻ ആൻ ഓൾ ഇൻ ഓൾ പാക്കേജ്. അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വേറെ പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല, ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ ഓരോ മെറ്റീരിയലും നല്ല ക്വാളിറ്റി ഉണ്ട് താനും. പിന്നെ യൂഷ്വൽ എല്ലാ ADV ബൈക്സിലും കാണുന്ന പോലെ 19 ഇഞ്ച് ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ കല്ലും ഗ്രാവലും മണ്ണൊക്കെ കയറി ഇറങ്ങണേലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ 390cc വണ്ടിയുടെ വേറൊരു ഗുണം ഇതിന്റെ ലോ ആൻഡ് ടോർക്കാണ്. നല്ലൊരു ക്യാച്ചി ലോ ആൻഡ് ടോർക്കാണ് ഈ വണ്ടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റീപ്പ് ഇൻക്ലൈനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓഫ് റോഡിങ് നല്ല കയറ്റമൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ലോവർ RPMസിൽ ഒരു ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ ഇട്ട് നല്ല സുഖമായിട്ട് പുട്ട് പോലെ കയറി പോകാം. സോ ലോ ആൻഡ് ടോർക്കിന്റെ കാര്യത്തിലും ദർ ഇസ് നോ ഇഷ്യൂ. ട്യൂബ്ലെസ് ടയേഴ്സും ആണ്. സോ അതും നിങ്ങളെ ഓഫ് റോഡിങ്ങിലും ഹൈവേ ടൂറിങ്ങിലും ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ ഇതിന്റെ ഓഫ് റോഡിങ്ങിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു മെയിൻ പ്രശ്നമാണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. കാര്യം പ്രൊട്ടക്റ്റീവ് കൗൾ ഉണ്ടെങ്കിലും ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇസ് നോട്ട് ഗുഡ് എനഫ് ടു ഡു ഓഫ് റോഡിങ്. അത് പോയിന്റ് നമ്പർ 1. സെക്കൻഡ്, ഇതിന്റെ സീറ്റ് ഹൈറ്റ് 850, നേരത്തെ പറഞ്ഞ പോലെ 855 മില്ലിമീറ്റർ ആണ്. നല്ല പൊക്കത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. സോ ഹൈവേ ടൂറിങ്ങിന് അഡ്വാൻറ്റേജസ് ആണെങ്കിലും ഓഫ് റോഡിങ്ങിന്റെ കാര്യത്തിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5'7", 5'8" ഹൈറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ അത്യാവശ്യം ടിപ്ടോ ചെയ്ത് കാല് കുത്താൻ പറ്റും. സോ ഇറ്റ്സ് ഫൈൻ. പക്ഷേ അതിലും പൊക്കം കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിപ്പോൾ ഒരു പ്ലെയിൻ സർഫസ് ആണ്. സോ നിങ്ങൾക്ക് ഇൻ കേസ് ബാലൻസ് പോയാലും കാലൊന്ന് കുത്തി ഒറ്റ കാലിൽ നിൽക്കാം. ബട്ട് ലെറ്റ്സ് ഇമാജിൻ നിങ്ങൾ ഓഫ് റോഡ് ചെയ്യുമ്പം മിക്കപ്പോഴും ഓഫ് റോഡിങ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്തായിരിക്കും? ലൈക്ക്
ഫ്രണ്ട് ടയർ ഒരു കല്ലിൻ്റെ മുകളിലും ബാക്ക് ടയർ മിക്കപ്പോഴും സർഫസിൽ തൊടാതെ ഇങ്ങനെ പൊങ്ങി നിൽക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു ഇറഗുലർ സർഫസ് ആയിരിക്കും. അങ്ങനത്തെ ഇറഗുലർ സർഫസിൽ ഇത്രയും ഹൈറ്റ് ഉള്ളൊരു സീറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാല് താഴത്തേക്ക് ഫുള്ളായിട്ട് കുത്താൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ യു ടു ബാലൻസ്. അപ്പം ആ ഒരു കാര്യം എടുത്ത് നോക്കുമ്പോൾ ഈ അഡീഷണൽ സീറ്റ് ഹൈറ്റ് ഇതിൻ്റെ ഓഫ് റോഡിങ്ങിന് ശരിക്കും ഒരു ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാൻഡിൽ ആക്ച്വലി വൈഡ് ആണെങ്കിലും ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ഹൈറ്റ് അല്പം കുറവാണ്. ഹാൻഡിലിൻ്റെ ഹൈറ്റ് കുറവാകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സീറ്റ് ഹൈറ്റ് കൂടുതലും ഹാൻഡിലിൻ്റെ ഹൈറ്റ് അത്രയും കൂടുതലും അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഓഫ് റോഡിങ്ങിൽ പലപ്പോഴും എണീറ്റ് നിന്ന് വണ്ടി ഓടിക്കേണ്ടി വരും. അപ്പം ഫുട്പെക്സിൽ എണീറ്റ് നിന്ന് വണ്ടി ഓടിക്കുമ്പം നിങ്ങൾക്ക് ഹാൻഡിൽ ശരിക്കും നിങ്ങളുടെ ഒറ്റ നിൽപ്പിന് സുഖമായിട്ട് ഹാൻഡിലിൽ പിടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് കുനിഞ്ഞിട്ട് ഹാൻഡിലിൽ പിടിക്കേണ്ടി വരും. കുനിഞ്ഞ് ഹാൻഡിലിൽ പിടിച്ച് എണീറ്റ് നിന്ന് വണ്ടി ഓടിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കല്ലിലും മണ്ണിലൂടെയൊക്കെ ഓടിക്കുമ്പം അത്രയ്ക്ക് അങ്ങ് കൺട്രോൾ കിട്ടില്ല. അപ്പം അത് പക്ഷേ നിങ്ങൾ ഓഫ് റോഡ് ഹാൻഡിൽ റേസസ് വെച്ചിട്ട് ഹാൻഡിലിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടുകയാണെങ്കിൽ then it's fine for you. Overall, idoru nalla off-roader aano nu vechal it's not a perfect off-roader, but no bike is perfect. And ende abhipradile KTM, they have tried their level best to give you as much as off-roading capabilities as possible, at the same time providing a good city and highway touring capabilities. അപ്പം നിങ്ങൾ വളരെ ഹെവി ആയിട്ട് ഓഫ് റോഡിങ് അല്ലെങ്കിൽ ട്രാക്ക് റൈഡിങ് ചെയ്യുന്ന ആളാണെങ്കിൽ, അപ്പോൾ ഒരു ഡേർട്ട് ബൈക്കൊക്കെ പോകുന്ന രീതിയിൽ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുനടക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഭയങ്കര കല്ലും മുള്ളും ഉള്ള മലയോര പ്രദേശങ്ങളിലൊക്കെ ഇത് ഓഫ് റോഡിങ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും ഇതൊരു നല്ല ചോയ്സ് അല്ല. ഐ വുഡ് സേ അതാണ് നിങ്ങളുടെ മെയിൻ അജണ്ട ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ എക്സ്പൾസ്. കാരണം എക്സ്പൾസ് ഇസ് മച്ച് മോർ ബെറ്റർ ദാൻ ദിസ് വെൻ ഇറ്റ് കംസ് ടു ഹാർഡ് കോർ ഓഫ് റോഡിങ്. ബട്ട് ഒരു കൂടുതലും ഹൈവേ ടൂറിങ്, ഇടയ്ക്കിടയ്ക്കൊക്കെ സിറ്റി ആൻഡ് ഇടയ്ക്കിടയ്ക്കൊക്കെ തരക്കേടില്ലാത്ത രീതിയിൽ ഓഫ് റോഡിങ്, അതും അധികം കല്ലും മുള്ളും അല്ല, ബട്ട് ഗ്രാവൽ, സാൻഡ്, ഇങ്ങനത്തെ സർഫസ് അല്ലെങ്കിൽ ടാർഡ് ഇടാത്ത കുറച്ച് ബമ്പി ആയിട്ടുള്ള ഇങ്ങനത്തെ റോഡ്സ്, ഇതിലൂടെയൊക്കെ ഓഫ് റോഡിങ് ചെയ്യാനാണെങ്കിൽ ഈ ബൈക്ക് വിൽ ഡെഫിനറ്റ്ലി സെർവ് യു ദ പർപ്പസ്. സോ കമ്മിങ് ടു ദ ഫൈനൽ വേർഡ്, ഹിമാലയനേക്കാളും എക്സ്പൾസിനേക്കാളും BMW G310S ബെറ്റർ ആണോ ഈ വണ്ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് primarily depends on what kind of a rider you are. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് കോർ ഓഫ് റോഡിംഗ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ എക്സ്പൾസ്. ഈ വണ്ടിയേക്കാളും കൂടുതൽ കൺസിഡറേഷൻ നിങ്ങൾക്ക് അതിനുവേണ്ടി കൊടുക്കാം. ഓഫ് റോഡിംഗ് ആൻഡ് അധികം സ്പീഡില്ലാത്ത ഹൈവേ ടൂറിംഗ്, പക്ഷേ ഭയങ്കരമായ കംഫർട്ട്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഹിമാലയൻ. കാരണം ഹിമാലയൻ റൈഡ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ്. ഈ വണ്ടിയേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഓഫ് റോഡിങ് നിങ്ങൾക്ക് അതുമ്പോൾ ചെയ്യാൻ പറ്റും. കാരണം സ്പോക്ക് വീൽസ് ഉണ്ട്, കുറച്ചും കൂടെ നല്ല സസ്പെൻഷൻ ട്രാവൽ ഉണ്ട്. അപ്പം ഇറ്റ്സ് ഫൈൻ. എക്സ്പൾസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എക്സ്പൾസ് ആക്ച്വലി ഓഫ് റോഡിങ്ങിൽ നല്ലതാണെങ്കിലും ഹൈവേ ടൂറിംഗ് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് എൻജിൻ ഇസ് ലിമിറ്റഡ്. നൗ ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നിങ്ങളുടെ റൈഡിങ് ക്രൈറ്റീരിയ ഇസ് മോർ ഓഫ് ഹൈവേ ടൂറിംഗ്, കുറച്ചൊക്കെ സിറ്റി ആൻഡ് കുറച്ചൊക്കെ ഓഫ് റോഡിങ്. അതും അധികം കല്ലുള്ള പാച്ചി റോഡ്സ് അല്ലാതെ നോർമൽ സാൻഡ് ഫിൽഡ്, ഗ്രാവൽ ഫിൽഡ്, ഇങ്ങനത്തെ ബമ്പി റോഡ്സിലൂടെയൊക്കെയുള്ള ഓഫ് റോഡിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വണ്ടി കൊണ്ട് നിങ്ങൾ 100% ഹാപ്പി ആയിരിക്കും. കാരണം ദിസ് ഇസ് ലൈക്ക് എൻ ഓൾ ഇൻ ഓൾ പാക്കേജ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വണ്ടിയും പെർഫെക്റ്റ് അല്ല. എല്ലാ വണ്ടികൾക്കും അതിൻ്റേതായ കുറച്ചൊക്കെ ഡിഫക്ട്സ് എന്തായാലും ഉണ്ടാവും. ബട്ട് വാട്ട് ഐ ഫീൽ ഇസ് 390 അഡ്വഞ്ചറിലൂടെ KTM ഹാസ് ട്രൈഡ് ദെയർ ലെവൽ ബെസ്റ്റ് ഇൻ ഗിവിങ് യു ആൻ ഓവറോൾ പാക്കേജ് ഓഫ് എവറിത്തിങ്. നിങ്ങൾക്ക് ഏകദേശം 3 ലക്ഷം രൂപ എക്സ് ഷോറൂം വില കൊടുത്തിട്ട് ഈ വണ്ടി എടുക്കാം. ബിക്കോസ് കമ്പയർ ടു ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്, അതായത് BMW G310, അതുപോലെ തന്നെ ഹിമാലയൻ, അതുപോലെ തന്നെ എക്സ്പൾസ്, ഇതെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആണ്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ KTM 390 അഡ്വഞ്ചറിന്റെ റിവ്യൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.